വെൽക്കം ടു IAS ഫാക്ടർ. റീസ്റ്റാർട്ട് 60 ഡേയ്സിൻ്റെ ഡേ 13 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോട് മോഡേൺ ഇന്ത്യയാണ് നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ലാസ്റ്റ് മോഡേൺ ഇന്ത്യ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിർത്തിയെടുത്ത ഒരു പോർഷനുണ്ട്. അപ്പോൾ ആ പോർഷൻ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുമുണ്ട്. സോ വീൽ സ്റ്റാർട്ട് വിത്ത് മോഡേൺ ഇന്ത്യ. അതിൽ പ്രധാനപ്പെട്ട കുറേ ടോപ്പിക്കുകൾ നമ്മൾ നോക്കി പോയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ ഡിസ്കസ് ചെയ്തത് കൂടുതലും വാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാറുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സറും അങ്ങനത്തെ കാര്യങ്ങളല്ല. ഇത് ആക്ച്വലി നമ്മൾ മോഡേൺ ഇന്ത്യ പഠിക്കുമ്പോൾ ദിസ് ഇസ് വൺ സച്ച് ഏരിയ വിച്ച് ഇസ് കുറച്ച് പ്രോബ്ലം ആയിട്ട് തോന്നുന്ന ഒരു ഏരിയ ഇതാണ്. നമ്മൾ തുടക്കവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായി പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞ് പതുക്കെ മുന്നോട്ട് വരുമ്പോൾ ഒരു 1857 റിവോൾട്ട് തൊട്ട് പിന്നെ അങ്ങോട്ട് 1947 വരെ ഭയങ്കര എളുപ്പമാണ്. 1498 തൊട്ട് യൂറോപ്യൻ പവേഴ്സ് തൊട്ട് അങ്ങോട്ടും വളരെ സിമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ വരുന്നൊരു സമയമുണ്ട്. ബ്രിട്ടീഷുകാർ എങ്ങനെയാണ്, ഹൗ ഡിഡ് ദേ ഇൻഫ്ലുവൻസ്, ഹൗ ഡിഡ് ദേ ഗെറ്റ് ഹോൾഡ് ഓഫ് ഇന്ത്യ. അവിടെ മറാഠാസ്, മൈസൂർ, സിഖ്, ഫ്രഞ്ച്, ഇതിനെല്ലാം ഇംഗ്ലീഷ് വാറുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആംഗ്ലോ മറാഠ, ആംഗ്ലോ സിഖ്, ആംഗ്ലോ മൈസൂർ വാർ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആംഗ്ലോ മൈസൂർ വാറിൻ്റെ ടിപ്പു സുൽത്താൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൽ വരുന്ന വേറെയും കുറേ വാറുകളുണ്ട് നമ്മൾ വിചാരിക്കുന്നത് ആംഗ്ലോ മറാഠ. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് പ്രിമൈസ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും വാറും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ എത്രയൊക്കെ ഹിസ്റ്ററിയുടെ അനാലിസിസ് ഉണ്ട്, ഹിസ്റ്ററി ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് ഫ്രം എ ലാർജർ പെർസ്പെക്റ്റീവ് എന്നൊക്കെ പറയുമ്പോഴും ദർ ആർ സർട്ടൻ ഏരിയാസ് ലൈക്ക് ദീസ് ഏരിയാസ്. ഇത് പഠിക്കുമ്പോൾ അത് ഭയങ്കര ബോറ് തന്നെയാണ്. കാരണം നമുക്കങ്ങനെ എത്ര പഠിച്ചാലും അത്രയ്ക്കധികം ഇതിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കധികം ബാറ്റിൽസിൻ്റെ പേരുണ്ട്. നമ്മൾ എത്ര വിചാരിച്ചാലും ഈ ബാറ്റിലുകളെല്ലാം ഓർത്ത് വെക്കുക പറയുന്നത് ഓപ്ഷണലിൽ പണ്ട് പഠിച്ച പോലെയല്ല, GS പെർസ്പെക്റ്റീവിൽ അതൊരു വലിയ ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഇത്രയും ബാറ്റിലുകളുടെ പേര് എങ്ങനെ ഓർത്ത് വെക്കാനാണ് നമ്മൾ? അപ്പോൾ ഇതിനകത്ത് വേറെ വഴിയൊന്നുമില്ല. ആംഗ്ലോ മറാഠ ആണെങ്കിലും ഇതിനകത്ത് ഓരോ വാർ പഠിക്കുമ്പോഴും പ്രധാനമായിട്ടും ഒരു 10 ബാറ്റിലുണ്ടെങ്കിൽ ഇതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ട് 2 ബാറ്റിലുകൾ ഉണ്ടാവും പരീക്ഷയ്ക്ക്, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അറിവുള്ള കുറേ സംഭവങ്ങളുണ്ടാവും. സോ നമ്മൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ സ്ട്രാറ്റജി. അപ്പോൾ ഇന്നിത് മാത്രമല്ല, ആംഗ്ലോ മറാഠ അല്ലെങ്കിൽ ആംഗ്ലോ സിഖ് വാറിന് അപ്പുറത്തേക്ക് ആംഗ്ലോ നേപ്പാളീസ് വാർ, ആംഗ്ലോ ഭൂട്ടാൻ, ആംഗ്ലോ ബർമീസ് വാർ ഉണ്ട്, ട്രീറ്റി ഓഫ് യന്താബോ, ഇറാവാഡി എന്നൊക്കെ പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അഫ്ഗാൻ പോളിസി ആൻഡ് വാട്ട് ഈസ് ദ പോളിസി ഓഫ് ഫോർവേഡ് പോളിസി, വാട്ട് ഈസ് ദ പോളിസി ഓഫ് റിംഗ് ഫെൻസ്. നമുക്ക് സബ്സിഡറി അലയൻസ്, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ സെഷനിൽ വിൽ ഹാവ് എ വെരി വെരി ഡീറ്റെയിൽഡ് ഡിസ്കഷൻ. ഓക്കെ, സോ എന്തായാലും റീഡ് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആൻഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഗോ ത്രൂ ദിസ്. ആൻഡ് നമുക്കിന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ഒന്ന് കണ്ടുപിടിച്ചെടുക്കാം. മോഡേൺ ഇന്ത്യയുടെ എന്തൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആംഗ്ലോ മറാഠ വാറാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല, ട്രീറ്റി ഓഫ് പുരന്ദർ എന്താണ്, അതേപോലെ ഇതിലെല്ലാ ട്രീറ്റീസും ഇതെല്ലാം നമ്മൾ കാണാതെ ഇത് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം വി ആർ നോട്ട് ഗോയിങ് ടു റീഡ് എവറിത്തിങ്. പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കുക, അല്ല നമ്മളിതെല്ലാം പഠിച്ചു വയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമയമില്ല, റിവിഷനാണ്. അപ്പോൾ പ്രധാനമായിട്ട് ബാറ്റിൽ ഓഫ് ട്രീറ്റി ഓഫ് സൽബായി, ബസീൻ, അതേപോലെ കുറേ ആൾക്കാരുടെ പേരിലാണ് കാരണം ബാറ്റിൽ ഓഫ് അറോഗൺ, ഇതെല്ലാം ഓർക്കാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിയോഗൺ ഏതാണ്, അതേപോലെ തന്നെ സെക്കൻഡ് ട്രീറ്റി ഓഫ് രാജ്പൂർ ഘട്ട് ആൻഡ് വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ. ഇതേപോലെ തന്നെ പിൻഡാരീസ്, ചാർട്ടർ ആക്ട് ഓഫ് 1833 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് പിൻഡാരീസിൻ്റെ കോൺടെക്സ്റ്റ് എന്താണ്, അവരുടെ ഡീറ്റെയിലിംഗ് എന്താണെന്നുള്ളത് നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കണം. അതേപോലെ തന്നെ വെൻ യു മൂവ് ഓൺ ടു ദ ആംഗ്ലോ മറാഠ തന്നെ കുറേ ഉണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് മറാഠാസിൻ്റെയും മൈസൂറിൻ്റെയും ഡിക്ലൈൻ്റെ കാരണങ്ങളുണ്ട്. കോൺക്വസ്റ്റ് ഓഫ് സിന്ധ്, ചാൾസ് നേപ്പിയർ, സിന്ധ് കോൺക്വസ്റ്റ്, അത് കോൺക്വസ്റ്റ് ഓഫ് സിന്ധിൻ്റെ കാരണങ്ങൾ എന്താണെന്നുള്ളതും വളരെ കൃത്യമായിട്ട് നമുക്കൊന്ന് നോക്കണം. ഇതാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇതൊരു പെർസ്പെക്റ്റീവാണ്. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ലോർഡ് ഓക്ലൻഡ് സമയത്തുള്ള ആംഗ്ലോ റഷ്യൻ റൈവൽറി, റഷ്യക്കാർ ഇന്ത്യ ഇൻവേഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആസ്പെക്റ്റ് എന്താണെന്നും കൂടെ നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം. പിന്നെ കോൺക്വസ്റ്റ് ഓഫ് ബ്രിട്ടീഷ്, പഞ്ചാബ് രാജ രഞ്ജിത് സിംഗിന് ശേഷം വന്ന ഇതിനകത്തും കുറേ ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ, ആംഗ്ലോ സിഖ് വാറിൽ ഫേമസ് ആയിട്ടുള്ള ബാറ്റിലുകളുടെ പേരും റിംഗ് ഫെൻസ് എന്താണ്, നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം. എന്താണ് പോളിസി ഓഫ് റിംഗ് ഫെൻസ്, അതേപോലെ എന്താണ് സബ്സിഡറി അലയൻസ്, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഒക്കെ പിന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതിനൊരു ക്ലാരിറ്റി കൊണ്ടുവരാന്നുള്ളതിനപ്പുറത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വേറെ പോലെ തന്നെ ഉള്ളതാണ്. ഇപ്പോൾ നെയ്ബറിംഗ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആംഗ്ലോ നേപ്പാൾ വാർ, അതേപോലെ ആംഗ്ലോ ഭൂട്ടാനീസ് വാർ, ആംഗ്ലോ ഭൂട്ടാൻ വാർ ഉണ്ട്, ട്രീറ്റി ഓഫ് സിൻചുല,
അപ്പോൾ ഇതിനകത്ത് ആംഗ്ലോ ഭൂട്ടാനിൽ പ്രധാനപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളാണ്, ഫോർവേഡ് പോളിസിയിൽ ഏതാണ്, ആൻഡ് വാട്ട് ഈസ് ദ പോളിസി ഓഫ് മാസ്റ്റർലി ഇനാക്ടിവിറ്റി പോളിസി, ബ്രിട്ടീഷുകാരുടെ മാസ്റ്റർലി ഇനാക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, അതേപോലെ ആംഗ്ലോ അഫ്ഗാൻ വാർ, ദോസ്ത് മുഹമ്മദ് എന്ന് പറയുന്ന അഫ്ഗാനി റിലേഷൻ എങ്ങനെ പോയിരുന്നു എന്നുള്ള ഇത് മുഴുവൻ കഥകളും ചതിയും ഇതൊക്കെ തന്നെയാണ്. നമുക്കിതെല്ലാം കാണാതെ പഠിക്കുന്നതിനെക്കാട്ടും വളരെ പ്രധാനപ്പെട്ട കോണ്ടെക്സ്റ്റുകൾ എന്താണെന്നുള്ളത്, ട്രീറ്റി ഓഫ് യന്തബു ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യം വരുമ്പോൾ എന്ത് റിലേറ്റഡ് ആണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കണം. അല്ലാതെ നമുക്ക് ഇതെല്ലാം ഫുൾ ട്രീറ്റി ഓഫ് ലാസ ഇത് കംപ്ലീറ്റ്ലി നമ്മൾ മുഴുവൻ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മോഡിൽ തന്നെ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇറ്റ് ഈസ് റിയലി ഇമ്പോസിബിൾ ടു റീഡ് ദ എൻറ്റയർ സ്റ്റഫ്. പിന്നെ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മളിത് റിവിഷനാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു റൗണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണയുണ്ട് എന്നുള്ളൊരു അസംഷനിലാണ് നമ്മളിത് മുഴുവൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഇത് ഡിഫിക്കൽട്ടായിട്ട് തോന്നും. കാരണം ഒരു ബേസ് ഇല്ലല്ലോ, നമ്മളിത് എനിക്കിവിടെ അധികം കോണ്ടെക്സ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സമയമില്ല. അതുകൊണ്ട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഇനഫ് ആൻഡ് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട വാർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കോൺക്വസ്റ്റ് ഓഫ് മറാഠാസ്, ദി ആംഗ്ലോ മറാഠ വാർ. ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാനിങ്ങനെ പറയാം. അതായത് ഈ കഥ മറാഠാസിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് പഠിച്ച് മനസ്സിലാക്കണമെങ്കിൽ ലെറ്റ്സ് ആക്ച്വലി ഹാവ് എ സ്മോൾ ഷോർട്ട് കട്ട്. ഒന്ന്, നമുക്ക് മറാഠാസ് എന്ന് പറയുന്ന ആൾക്കാരുടെ ഹിസ്റ്ററി അറിയുന്നതാണ്. വി റിയലി നോ ദ ഹിസ്റ്ററി. നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ശിവാജി, സാംഭാജി, ഷാഹൂജ്, ബാക്കിയുള്ള വന്ന ആൾക്കാരും മറാഠ എംപയർ എങ്ങനെയാണ് കണ്ടോ, ഈ എംപയർ കണ്ടോ, ഇവിടെ നിന്നിട്ട് സൗത്ത് തൊട്ട് നിൽക്കുന്ന ഒരു എംപയർ കണ്ടോ, ഓൾമോസ്റ്റ് ഡൽഹി വരെ. ദേ വാണ്ടഡ് ടു ബിൽഡ് എ ഹ്യൂജ് നാഷണൽ എംപയർ ഉണ്ടാക്കാനുള്ള ഒരുപാട് കാര്യങ്ങളും. പിന്നെ ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് പിന്നീട് വന്ന് 1760 പിന്നീടുള്ള ബാറ്റിൽ ഓഫ് പാനിപ്പത്തിന് ശേഷം അവരുടെ ഓൾ ഇന്ത്യ എംപയർ എന്ന് പറയുന്ന ആഗ്രഹങ്ങളൊക്കെ താന്നുപോയി. അത് പിന്നീട് എന്നും ഇല്ലാണ്ടായിപ്പോയി. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വെക്കുന്ന പോലെ തന്നെ ലെറ്റ്സ് ഹാവ് എൻ ഐഡിയ റിഗാർഡിങ് ദിസ്. എങ്ങനെയാണ് ഇതിനകത്ത് വേറൊരു സംഭവം വരുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. സോ ഹാവ് എ ക്ലാരിറ്റി ഓൺ ദാറ്റ്. ഇപ്പോൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട ചെറിയൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഒന്ന് മറാഠാസ്, ഇവർക്ക് ശേഷം വന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഗ്രൂപ്പിംഗ് ആണ് പേഷ്വ എന്ന് പറയുന്നത്. സോ ഹാവ് എ സ്ട്രോങ് ഐഡിയ വാട്ട് ഈസ് കോൾഡ് പേഷ്വാസ്. ആദ്യം പ്രൈം മിനിസ്റ്റർ പൊസിഷനിൽ വന്ന് പിന്നെ പേഷ്വാസ് ആണ് മൊത്തം ഇവിടെ കൺട്രോൾ ചെയ്യുന്നുള്ള ഒരു ഫാക്ടറും കൂടെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ എളുപ്പമാണ്. ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറയുമ്പോൾ പേഷ്വാസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം, ഇംഗ്ലീഷ് എന്ന് നിൽക്കുന്ന ഒരു പ്രധാന സംഭവത്തിലും ഇംഗ്ലീഷ് വെസസ് ഇപ്പോൾ ഉദാഹരണം മൈസൂർ എന്ന് പറയുന്ന ഒരു സംഭവം വന്നപ്പോഴും മറാഠാസ് എന്ന് പറയുന്നത് ഒരു കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ശിവാജിയുടെ അടുത്തുണ്ടായിരുന്ന ശിവാജി മഹാരാജിൻ്റെ സമയത്തുണ്ടായിരുന്ന മറാഠാസ് അല്ല പിന്നീടുണ്ടായിരുന്ന മറാഠാസ് എന്ന് പറയുന്നത്. ഇവർ പലപ്പോഴും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെയും ബ്രിട്ടീഷുകാരുടെയും കൂടെ നിന്ന് മൈസൂർക്കെതിരെ ഫൈറ്റ് ചെയ്തവരാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറാഠ ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോഴും ഇവർ ആക്ച്വലി ഇംഗ്ലീഷുകാരുടെ കൂടെ ഫൈറ്റ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പണ്ടത്തെ ഒരു ഭയങ്കരമായ ഒരു എംപയറിനെക്കാട്ടും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊരു മറാഠ തന്നെ നമുക്ക് പല വിഭാഗമുണ്ടെന്ന് അറിയാം. ഇപ്പോൾ ഹോൾക്കാസ്, സിന്ധിയാസ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ബോൺസ്ലേസ്, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇവരെല്ലാം പല ടൈപ്പ് ഓഫ് ഇതിൽ നിൽക്കുക എന്ന് വിചാരിക്കുക. ഇതെല്ലാം പല ടൈപ്പ് ഓഫ് മറാഠാസ് ആണെന്ന് വിചാരിക്കുക. ഇവർക്കെല്ലാം ബ്രിട്ടീഷുകാരായിട്ട് ഓൾമോസ്റ്റ് ഈക്വൽ നല്ല ബന്ധവുമുണ്ട്, മോശം ഫൈറ്റും ഉണ്ട്. ഇതിൽ നല്ല റിലേഷൻസ് പാലിക്കുന്ന ആൾക്കാരുണ്ട്. അവരാണ് സബ്സിഡറി അലയൻസ് ഒപ്പുവെച്ചിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സിഡറി അലയൻസ് നമ്മൾ എന്തായാലും പഠിക്കും. കാരണം വേറെ ഒന്നുമല്ല, ബ്രിട്ടീഷ് ഫ്രണ്ട്ഷിപ്പ് അംഗീകരിച്ചു എന്ന് മനസ്സിലാക്കാം. അതിൻ്റെ പ്രൊവിഷൻസ് നമ്മൾ ഇന്ന് മനസ്സിലാക്കും. സോ ഹാവ് എ ബേസിക് ക്ലാരിറ്റി ഈസ് ബിക്കോസ് യു നീഡ് ടു ഹാവ് എൻ ഐഡിയ വാട്ട് എക്സാക്ട്ലി ഈസ് സബ്സിഡറി അലയൻസ് ആൻഡ് വൈ ദേ വർ ഫ്രണ്ട്സ് വിത്ത് ദ ബ്രിട്ടീഷ്. അപ്പോൾ അവർക്ക് ഇത് ഫ്രണ്ട്സ് ആവുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ടെറിട്ടറി വേണം. അപ്പോൾ ഇയാളുടെ കയ്യിലുള്ള ടെറിട്ടറിയെക്കാട്ടും കൂടുതൽ ടെറിട്ടറി എനിക്ക് വേണമെന്ന് പരസ്പരം ധാരണയില്ലായ്മ, അല്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് എ യൂണിറ്റി ഇൻ ദാറ്റ്. അപ്പോൾ ദിസ് ഈസ് ദ മെയിൻ പ്രോബ്ലം. ഇത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷുകാരും മറാഠാസും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഫ്രണ്ട്സ് ആയിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഫൈറ്റ് ചെയ്ത് ചിലപ്പോൾ ഇംഗ്ലീഷുകാർ ജയിക്കും, ചിലപ്പോൾ മറാഠാസ് ജയിക്കും. ഇവിടുന്ന് ഭാഗമായിട്ട് യു ഹാവ് സം പ്രോപ്പർട്ടീസ്. മറാഠാസിൻ്റെ കുറേ സ്ഥലം ഇംഗ്ലീഷുകാർ പിടിച്ചെടുക്കും.
ഇംഗ്ലീഷ് ജയിക്കും, മറാഠാസ് ജയിക്കും, ഇംഗ്ലീഷുകാരുടെ ഇരിക്കുന്ന കുറേ സ്ഥലം മറാഠാസ് തിരിച്ചെടുക്കും. ഈ നടന്ന ഒരു 100-150 വർഷം നടന്ന ചരിത്രം ഏകദേശം ഇത് തന്നെയാണ് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വന്ന ആൾക്കാരുടെ പേരുകൾ മാറി. ഇവിടെ ഒരാൾ വന്നു, പുതിയ ആൾ വന്നു. കഥ എന്ന് പറയുന്നത് ഇതാണ്. കഥ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആംഗ്ലോ സിഖ് വാർ വരുമ്പോൾ അതിൻ്റെ പെർസ്പെക്റ്റീവ് വേറെയാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ വലിയൊരു നാഷണൽ എംപയർ ഒന്നും ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്ഥലം അല്ലെങ്കിൽ ഇവിടെ നിന്ന് റവന്യൂ വേണം. ബ്രിട്ടീഷുകാരോട് ഫ്രണ്ട്സ് ആവും, ബ്രിട്ടീഷുകാരോട് ഫൈറ്റ് ചെയ്യും, സ്ഥലങ്ങൾ എടുക്കും, സ്ഥലങ്ങൾ വാങ്ങിക്കും, സ്ഥലങ്ങൾ കൊടുക്കും. ഇതാണ് ആംഗ്ലോ മറാഠ വാറിൽ ബേസിക്കലി ഉള്ളത്. ഇതിൽ ഓരോ ആൾക്കാരുടെ പേരുകളും നാടും സ്ഥലവും ഒക്കെ മാറുന്നതേ ഉള്ളൂ. കഥ എന്ന് പറയുന്നത്, ഐ ഹോപ്പ് ഇതിൻ്റെ കഥ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കഥ. ഇനി നമുക്ക് പതുക്കെ കാര്യങ്ങളിലേക്ക് കിടക്കാം. 3 വാറിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ആംഗ്ലോ മറാഠ വാർ ഫസ്റ്റ്, സെക്കൻഡ് 1818 ആകുമ്പോഴേക്കും ഏകദേശം 775 തൊട്ട് 818 കഴിയുന്നുണ്ട്. ഇനി ഇത്രയും കഥയാണ് മെയിനായിട്ട് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഒന്നില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ്, ആരെങ്കിലും ഒരാൾ ജയിക്കുമ്പോൾ ഇയാളുടെ പ്രോപ്പർട്ടി ഇയാളെടുക്കും, ഇയാൾ ജയിക്കുന്ന സമയത്ത് ഇയാളുടെ പ്രോപ്പർട്ടി ഇയാളെടുക്കും. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയുണ്ടാവും. പിന്നെ മറാഠാസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കാർ മാത്രമല്ല, പല ഗ്രൂപ്പുകളാണ്. ആ ഗ്രൂപ്പുകളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും. ചില ആൾക്കാർ ചിലരുടെ കൂടെ നിൽക്കും, ചില ആൾക്കാർ ചിലർക്കെതിരെ നിൽക്കും. ഇത്രയും കഥ മനസ്സിലായി കഴിഞ്ഞാൽ ഇനി ഓരോ ബാറ്റിലും കാര്യങ്ങളും എന്താണെന്നുള്ളത് വളരെ പെട്ടെന്ന് നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പിക് തീർക്കാം. അല്ലെങ്കിൽ നമ്മളിത് എത്ര പഠിച്ചാലും ഈ ബാറ്റിൽ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാൻ പോകുന്നില്ല. അപ്പോൾ ഫസ്റ്റ്, ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് പേഷ്വ, ഒരു എക്സാമ്പിൾ കാണിച്ചു. ഡെത്ത് ഓഫ് പേഷ്വ മാധവ് റാവു, ഒരാളുടെ പേര് സവായ് മാധവ് റാവു ബിക്കേം ദ ന്യൂ പേഷ്വ ഓഫ് ദ മറാഠ എംപയർ. ഡെഫിനറ്റ്ലി വളരെ ഫേമസ് ആയിട്ടിരുന്ന മാധവ് റാവു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത പിൻഗാമി സവായ് മാധവ് റാവു, ഓൾറെഡി മാധവ് റാവു പോയി, MR പോയി, അതിനുശേഷം SMR സവായ് മാധവ് റാവു പേഷ്വയാക്കിയപ്പോൾ ഒബ്വിയസ്ലി അടുത്ത ആള് രഘുനാഥ് റാവു, അവരുടെ തന്നെ വേറെ ക്ലാനിൽ വരുന്ന വേറൊരാള് രഘുനാഥ് റാവു, ഇദ്ദേഹത്തിനെ പേഷ്വാഷിപ്പ് കൊടുത്ത്, സവായ് മാധവ് റാവുവിനെ പേഷ്വാഷിപ്പ് കൊടുത്തതിനെ സ്വാഭാവികമായിട്ടും എതിർത്തു. അപ്പൊ രഘോബ എന്നാണ് ഇയാളെ, നമുക്ക് പല ആൾക്കാർ രഘുനാഥ് റാവു എന്ന് പറയുന്നവർ പലരും രഘോബ എന്നും വിളിക്കാറുണ്ട്. കണ്ടോ ഈ ഒരു പേര്, ഹി വാസ് ഓൾസോ കോൾഡ് ആസ് രഘോബ. അപ്പൊ രഘോബയ്ക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു ആക്ഷനോട് എതിർപ്പുണ്ട്. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എതിർപ്പുകളും ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി വരുന്ന ഇംഗ്ലീഷുകാരും സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷുകാർ ഇതിൽ ആരെങ്കിലും ഒരാളുടെ കൂടെ നിൽക്കും. ഇയാളുടെ കൂടെ നിർത്തിയിട്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഇവർക്കിട്ട് കംപ്ലീറ്റ്ലി ഇവർക്കെതിരെ വാർ ഫൈറ്റ് ചെയ്തിട്ട് ഇവർ തോപ്പിച്ചും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും. ഇത് തന്നെയാണ് ഈ വാറുകളുടെ എല്ലാം ബേസിക് കോമൺ ഫാക്ടേഴ്സ്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഈ ഒരു സെൻസ് ഉണ്ടാക്കി എടുത്തിട്ട് ടൈം ലൈൻ സെറ്റ് ചെയ്താൽ ദിസ് ഇസ് വെരി ഈസി, ഓർ എൽസ് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പോൾ ഇതിലാണ് പ്രധാനപ്പെട്ട രഘുനാഥ് റാവു, ദ കമ്പനി വുഡ് ഹെൽപ്പ് രഘുനാഥ് റാവു ബിക്കം പേഷ്വ. ഇൻ റിട്ടേൺ കണ്ടോ, കമ്പനി ഹെൽപ്പ് ചെയ്ത രഘോബ കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചത് സാൽസെറ്റ്, ബസൈൻ ആൻഡ് സൂറത്തിന്റെയും ബറോക്കിന്റെ ഒക്കെ റവന്യൂ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാന്ന് പറഞ്ഞിരിക്കുക ഇവർക്കെതിരെ ഫൈറ്റ് ചെയ്താൽ. സോ അങ്ങനെ ഫൈനലി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇതിന്റെ പ്രധാനപ്പെട്ട ബാറ്റിലാണ് ട്രീറ്റി ഓഫ് സൂറത്ത്. അങ്ങനെ ഒരു ട്രീറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ആദ്യത്തിലെ രഘോബ, ഇവർ തമ്മിൽ ട്രീറ്റി ഓഫ് സൂറത്ത് എന്ന് മനസ്സിലായി, സവായ് മാധവ് റാവു. അങ്ങനെ ട്രീറ്റി ഓഫ് സൂറത്ത് വന്നു. സൂറത്തിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ രഘോബിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രീറ്റി ഓഫ് പുരന്ദർ. ഒന്നുമില്ലെങ്കിലും സൂറത്ത് നിന്നും പുരന്ദർ എന്നൊക്കെ കേൾക്കുമ്പോൾ സിഖല്ല, ഇതൊക്കെ മറാഠ പേരുകളാണ് എന്ന് ഓർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഓക്കെയാണ്. ദ കാൽക്കട്ട കൗൺസിൽ റിജക്റ്റഡ് ദ ട്രീറ്റി ഓഫ് സൂറത്ത്. വാറൻ ഹേസ്റ്റിംഗ്സ് had sent Colonel Uptown to Pune Darbar and signed the treaty of Purandar. ആദ്യം പിന്നെ ബ്രിട്ടീഷുകാരെ കുറിച്ച് അടുത്ത് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഒരു സന്ധി ഒപ്പിട്ടാൽ, ഒരു ട്രീറ്റി സൈൻ ചെയ്താൽ, ഈ ട്രീറ്റി പിൻവലിക്കാൻ അവർക്ക് വെറും 5 ദിവസം മതി. 5 ദിവസം കൊണ്ട് തന്നെ ഇവർ ഈ ട്രീറ്റി പിൻവലിച്ചിട്ട് ഇതിൻ്റെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടൊരു ആറ്റിറ്റ്യൂഡ് ബ്രിട്ടീഷുകാർ കാണിക്കും. അത് ഇന്ത്യയിൽ ഇഷ്ടം പോലെ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. മറാഠാസിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കും. ഇപ്പോൾ ട്രീറ്റി ഓഫ് പുരന്ദർ, ദ ട്രീറ്റി ഓഫ് സൂറത്ത് വാസ് annulled. The British left the side of Raghunath Rao and was sent to Gujarat and decided that he should be given a pension. അപ്പോൾ രഘോബനെ സൂറത്ത് വഴി കൊണ്ടുവന്നു, പുരന്ദർ വഴി കൊണ്ടുവന്നു, ഇത് വേണ്ടെന്ന് വെച്ചു, സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ലെന്ന് പറഞ്ഞു. ആ സമയം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുകയായിരുന്നു. അതേപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം ഫ്രഞ്ച് അഡ്വഞ്ചറർ ഷെവലിയർ ഡി സെയിന്റ് ലൂബിൻ റീച്ച്ഡ് പൂന. ഇതൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ വേണമെങ്കിൽ പ്രിലിംസിന് ചോദിക്കാം. ഷെവലിയർ ഡി സെയിന്റ് ലൂബിൻ എന്ന് പറയുന്ന ആള് പൂനെയിൽ ഈ സമയത്ത് വന്ന ഒരാളാണ്. വാറൻ ഹേസ്റ്റൻസ് ട്രീറ്റി ഓഫ് പുരന്ദർ ഇൻ ദ ബ്രിട്ടീഷ് ആർമി ടു ഹെൽപ്പ് ദ ബ്രിട്ടീഷ്. അപ്പോൾ ആദ്യം സൂറത്ത് ഒപ്പിട്ടു, എന്തൊക്കെയോ എഗ്രിമെന്റുകൾ മാറ്റി, പുരന്ദർ ഒപ്പിട്ടു. വാറൻ ഹേസ്റ്റിങ്സ് നിമിഷത്തിനുള്ളിൽ അടുത്ത സാധനം കൊണ്ടുവന്നു. ബാറ്റിൽ ഓഫ് തലേഗാവൺ.
ഞാൻ പറഞ്ഞു ബാറ്റിലുകളെല്ലാം ഓർത്ത് വെക്കണം. ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചു പോയാൽ മതി. തലേഗാവൺ അവര് മറാഠ ആർമി ലീഡ് ചെയ്തത് മഹാജി ഷിന്ദെയാണ്. മറാഠാസ് ജയിച്ചു. ഇംഗ്ലീഷ് ആർമി സറണ്ടർഡ് ആൻഡ് സൈൻഡ് ഹ്യൂമിലേറ്റിംഗ് ട്രീറ്റി വിത്ത് പേഷ്വ. വഡ്ഗാവോ എന്ന് പറഞ്ഞ ട്രീറ്റി സൈൻ ചെയ്യേണ്ടി വന്നു. ആദ്യത്തെ 2 പ്രാവശ്യം ബ്രിട്ടീഷുകാർ മറാഠാസിനെ ചതിച്ചു. അതിൻ്റെ ഇതായിട്ട് അടുത്ത പ്രാവശ്യം മറാഠാസ് ബ്രിട്ടീഷുകാരെ തോപ്പിച്ചു. ട്രീറ്റി ഓഫ് വഡ്ഗാവൺ വെച്ചു. ബോംബെ ഗവൺമെന്റ് വുഡ് റിട്ടേൺ ഓൾ ദ ടെറിട്ടറീസ് ക്യാപ്ചർഡ് ബൈ ഇറ്റ്. ഞാൻ പറഞ്ഞില്ലേ, സ്ഥലം പിടിച്ചെടുത്ത് തിരിച്ചു കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ ഇവർ നോക്കും, അവർ തിരിച്ചു കൊടുക്കും, പിന്നെയും തിരിച്ചു കൊടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. സോ ഇതിൽ വേറൊന്നുമില്ല. കണ്ടോ, പിന്നെ അതിനുശേഷം കേണൽ ഗൊദാഡ് ആൻഡ് ക്യാപ്ചർഡ് അഹമ്മദാബാദ് ആൻഡ് വസായി. ഇതിലും പിന്നെ കുറെ പറയുന്നുണ്ട്. ബാറ്റിൽ ഓഫ് സിപ്പ്. ഹായ് ഹലോ ആസ്പിരൻസ്, ടു വാച്ച് ദിസ് ഫുൾ വീഡിയോ ഡൗൺലോഡ് IAS Factor ആപ്പ്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് IAS Factor ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുഴുവൻ വീഡിയോസും കാണാം. കാരണം റിവിഷൻ ചെറിയൊരു കാര്യമല്ല, സോ ഡു നോട്ട് ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. സോ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 2025 ബാച്ച് എന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. സോ പ്ലീസ് ഡു വാച്ച്. റീസ്റ്റാർട്ട് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ക്ലാസ്സും അതിനകത്ത് കാണാൻ പറ്റും. സോ ഹാപ്പി പ്രിപ്പറേഷൻ.